100 കോടി ക്ലബ്ബിൽ കയറിയ രജനീകാന്ത് ചിത്രങ്ങൾ ഏതെല്ലാമെന്നാണ് ഈ വീഡിയോ നോക്കുന്നത്. ആദ്യമായി 2007-ൽ ശിവാജിയിലൂടെയാണ് 100 കോടി നേടിയത്. രജനി ശങ്കർ കോംബോയിലെത്തിയ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 150 കോടി നേടിയിരുന്നു. ഇന്ത്യയിൽ നിന്നും 100 കോടി നെറ്റ് കളക്ഷൻ നേടിയ ആദ്യ ചിത്രമായിരുന്നു ശിവാജി. അടുത്ത ചിത്രം എന്തിരനായിരുന്നു. അതേ കോംബോയിൽ വന്ന ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 300 കോടിക്കടുത്ത് നേടി ആ വർഷത്തെ ഇന്ത്യൻ ഇയർ ടോപ്പറായിരുന്നു. അതിനുശേഷം 2014-ൽ രജനീകാന്ത് കെ.എസ്. രവികുമാർ കോംബോയിലെത്തിയ ലിംഗയായിരുന്നു. ലിംഗ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 150 കോടി നേടി ചിത്രം പരാജയമായിരുന്നു. പിന്നീട് രജനീകാന്ത് പാരഞ്ജിത്ത് കോംബോയിലെത്തിയ കബാലി വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് 300 കോടിക്കടുത്ത് നേടിയിരുന്നു. അതിനുശേഷം വീണ്ടും രജനീകാന്ത് പാരഞ്ജിത്ത് കോംബോയിലെത്തിയ കാല ബോക്സ് ഓഫീസിൽ 160 കോടി സ്വന്തമാക്കി. പിന്നീട് എന്തിരൻ്റെ രണ്ടാം ഭാഗമായി എത്തിയ 2.0 വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും 600 കോടിക്ക് മുകളിൽ നേടിയിരുന്നു. അതിനുശേഷം കാർത്തിക് സുബ്ബരാജ് രജനീകാന്ത് കോംബോയിലെത്തിയ പേട്ടയായിരുന്നു. പേട്ട വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 230 കോടിയോളം നേടിയിരുന്നു. അതിനുശേഷം AR മുരുകദാസിന്റെ സംവിധാനത്തിലെത്തിയ ദർബാർ ആയിരുന്നു. ദർബാർ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 205 കോടിക്കടുത്ത് സ്വന്തമാക്കിയിരുന്നു. പിന്നീട് രജനീകാന്ത് ചിരുത്തൈ ശിവ കോംബോയിലെത്തിയ അണ്ണാത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 151 കോടി സ്വന്തമാക്കി. ശേഷം രജനി നെൽസൺ കോംബോയിലെത്തിയ ജയിലർ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 600 കോടിക്ക് മുകളിൽ നേടിയിരുന്നു. അടുത്തതായി എത്തിയത് വേട്ടയനായിരുന്നു. TJ ജ്ഞാനവേലിന്റെ സംവിധാനത്തിലെത്തിയ വേട്ടയൻ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും 250 കോടി സ്വന്തമാക്കി. അടുത്ത ചിത്രം ലോകേഷിന്റെ സംവിധാനത്തിലെത്തിയ കൂലിയാണ്. കൂലി ആദ്യ ദിവസം തന്നെ 151 കോടി രൂപ സ്വന്തമാക്കിയിരുന്നു. ഫൈനൽ കളക്ഷൻ 510 കോടി രൂപയാണ്. മൊത്തം 12 രജനീകാന്ത് ചിത്രങ്ങളാണ് 100 കോടി ക്ലബ്ബിലുള്ളത്.